ഹായ് ഹലോ, എല്ലാവർക്കും മൂവി ടൈംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന വിഷയം എമ്പുരാനാണ്. എമ്പുരാൻ വിവാദങ്ങളാണ്. അന്ന് മാപ്പ് പറഞ്ഞില്ല, പകരം വിജയ് മീശ പിരിച്ചു നിന്നു. എമ്പുരാൻ്റെ വിവാദങ്ങൾക്കിടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മെർസൽ എന്ന മൂവിയിലെ വിജയുടെ ഒരു പോസ്റ്റ്. പണ്ട് വിവാദങ്ങൾക്കിടയിൽ വിജയ് മെർസലിൽ മീശ പിരിക്കുന്ന രംഗം തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പിക്ചറാക്കി മറുപടി നൽകുന്നു ആരാധകർ പറയുന്നു. എമ്പുരാൻ സിനിമയ്ക്കെതിരെയുള്ള തുടർച്ചയായ സംഘപരിവാർ ആക്രമണവും മോഹൻലാലിൻ്റെ ഖേദപ്രകടനവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എമ്പുരാനിലെ ചില രംഗങ്ങളും ചില കഥാപാത്രങ്ങളുമാണ് സംഘപരിവാർ ആക്രമണം കാരണം. തുടർന്ന് മോഹൻലാൽ ഇതിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തി. വിമർശനങ്ങൾക്ക് കാരണമായ രംഗങ്ങൾ നീക്കം ചെയ്യുന്നതായും മോഹൻലാൽ അറിയിച്ചു. ഇതിന് പിന്നാലെ വിജയ് നായകനായ ചിത്രം മെർസൽ സാമൂഹ്യ മാധ്യമത്തിൽ ചർച്ചയായിരിക്കുകയാണ്. മെഡിക്കൽ രംഗത്ത് നടക്കുന്ന ക്രമക്കേടുകൾക്കെതിരെയാണ് സിനിമ സംസാരിച്ചത്. ഇതിലെ ഒരു രംഗത്തിൽ ഓക്സിജൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് കുട്ടികൾ മരണപ്പെട്ട സംഭവവും മരുന്നുകൾ അമിത GST ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചെല്ലാം നായകഥാപാത്രമായ വിജയ് സംസാരിക്കുന്നുണ്ട്. ആ സമയം ഈ രംഗം വലിയ രീതിയിൽ സംഘപരിവാറിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടിരുന്നു. വിജയ്ക്കെതിരെ വ്യക്തിപരമായ ആക്രമണം പോലും ഉണ്ടായിരുന്നു. GSTയെ പറ്റി പറയുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യം ഉയർന്നെങ്കിലും അണിയറ പ്രവർത്തകർ അത് ചെയ്തില്ല എന്നും വിജയ് ഒരിക്കലും ഖേദം പ്രകടിപ്പിക്കില്ല എന്നുമാണ് ആരാധകർ പറയുന്നത്. മാത്രമല്ല, ഈ വിവാദങ്ങൾക്കിടെ വിജയ് മെർസലിലെ മീശ പിരിക്കുന്ന രംഗം തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറാക്കി മറുപടി നൽകുന്നു ആരാധകർ പറയുന്നു. അതേസമയം ഇന്ന് പകലാണ് എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചത്. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോട് വിദ്വേഷം പുലർത്തുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷയത്തിൽ എനിക്കും എമ്പുരാൻ ടീമിന് ആത്മാർത്ഥമായ ഖേദമുണ്ടെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മോഹൻലാൽ പങ്കുവച്ച പോസ്റ്റ് സംവിധായകൻ പൃഥ്വിരാജ്, നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു എമ്പുരാൻ തിയേറ്ററിലെത്തിയത്. ചിത്രം പുറത്തിറങ്ങി പിന്നാലെ വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി എമ്പുരാനെതിരെ ബഹിഷ്കരണാഹ്വാനവുമായി സംഘപരിവാർ രംഗത്തെത്തി. ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ വരെ ചിലർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ചിത്രത്തിനെതിരെ RSS മുഖപത്രമായ ഓർഗനൈസറും രംഗത്തെത്തിയിരുന്നു. പൃഥ്വിരാജ് ജനഗണമന സിനിമയിൽ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം. ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ഉള്ള നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്ന ഡയലോഗുകളാണ് പൃഥ്വിരാജ് അന്ന് സിനിമയിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെയാണ് തൻ്റെ ചിത്രത്തിലൂടെ അദ്ദേഹം പ്രതിഷേധിച്ചത്. അതിന് സപ്പോർട്ടായി ആയിരക്കണക്കിന് ജനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിൽപ്പെട്ട് ആടിയുലയുകയാണ് എമ്പുരാൻ ടീം. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ മൂടി വെച്ചാലും സത്യം അത് ആർക്കും മാച്ചു കളയാനാവില്ല. എന്തിനാണ് നിങ്ങൾക്കെല്ലാവർക്കും പൊള്ളുന്നത്? സിനിമയെ കാണാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയമോ രാജ്യമോ ആണോ നമ്മുടെ ഇന്ത്യ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? കമൻറ്റിൽ പറയുക.